വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മൾ രാത്രി വന്നിട്ടുണ്ടെങ്കിലും മീൽസ് കിട്ടുന്ന കൊച്ചിയിലെ ഇല റെസ്റ്റോറൻറ്റിലാണ്. അപ്പം നമുക്ക് ഉള്ളോട്ട് പോയി നോക്കാം എങ്ങനെയാണ് അവിടുത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം അറിയാം. ഇല കൊച്ചി കിച്ചൺ ബ്രേക്ക്ഫാസ്റ്റ്, കഞ്ഞി, ലഞ്ച്, ഡിന്നർ, കഫേ എല്ലാം ഇവിടെ കിട്ടും. മാത്രമല്ല ഇവിടുത്തെ ഫേമസ് ചോറാണ്. ഊണിനാണ് ഇവർ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. വരുന്ന സമയത്ത് തന്നെ നല്ലൊരു പെർഫെക്റ്റ് ആംബിയൻസിലാണ് നമ്മളെ ഇവർ സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ മെനു കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ അറിയാം, അത്യാവശ്യം റേറ്റഡ് ആണ്. അത് അവരുടെ സ്പെഷ്യൽ ഐറ്റംസിനാണ് റേറ്റ് ഉള്ളത്. ഊണിന് 90 രൂപയാണ് വരുന്നത് കേട്ടോ. അപ്പം ഊണിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഞാൻ ഒരു ഭയങ്കര ഊണിൻ്റെ ഫാനാണ്. അതായത് എനിക്ക് ലഞ്ച് ഭയങ്കര ഇഷ്ടമാണ്. ചോറ്, മീൻ പൊരിച്ചത്, മീൻ കറി, അങ്ങനെ എനിക്ക് ഈ ഫിഷ് ഐറ്റംസ്, സീ ഫുഡ് ഐറ്റംസിനോട് ഭയങ്കര ക്രേസ് ഉള്ള ഒരാളാണ്. അപ്പം മീറ്റിനേക്കാൾ ഉപരി മന്തി, ബിരിയാണി ഇതിനേക്കാളൊക്കെ ഉപരി എനിക്ക് ചോറാണ് ഭയങ്കര ഇഷ്ടം. അതും നമ്മൾ ഈ വാഴയിലൊക്കെ ചോറ് കഴിക്കുന്ന സമയത്ത് പ്രത്യേക ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലേ. അവരെഴുതി വെച്ച പോലെ തന്നെ നമ്മൾ ഉണ്ണുകയാണെങ്കിൽ ഇലയിൽ ഉണ്ണണം എന്ന് പറയുന്നത് പോലെ തന്നെ. ഞാൻ പലപ്പോഴും എൻ്റെ കോഴിക്കോട് വീട്ടിലായിരുന്ന സമയത്ത് അവിടെ ഈ വാഴ എല്ലാം ഉണ്ട്. കൊച്ചിയിൽ നമുക്കിപ്പം ഇതൊന്നും ഡെയിലി കഴിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. പക്ഷേ അവിടെ പലപ്പോഴും ഞായറാഴ്ചകളിലൊക്കെ അമ്മ നമുക്ക് വാഴയിലൊക്കെ വെട്ടി തന്നിട്ടൊക്കെയാണ് ഞങ്ങൾ ചോറ് കഴിക്കാറ്. അങ്ങനെയൊക്കെ ഓരോ നെസ്റ്റുകൾ നമുക്ക് പണ്ടുണ്ടാവുമല്ലോ. ഇവിടെ വന്ന സമയത്ത് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ആവോലി ഫ്രൈ ആണ്. വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നും ഇല്ലാണ്ടാണോ ആവോലി ഫ്രൈ ഓർഡർ ചെയ്തത്. കാരണം ഞങ്ങൾ ഈ കഴിഞ്ഞിടയ്ക്ക് റീൽസ് കണ്ട സമയത്ത് ആവോലിനൊരു റീൽ കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് ആവോലി കഴിക്കണം എന്ന് ഞങ്ങൾ വിചാരിച്ചു, പക്ഷെ നടന്നില്ല. പിന്നെ ഞങ്ങളായിട്ടൊന്ന് മറന്നുപോയി. പക്ഷേ ഇവിടെ വന്ന സമയത്ത് സ്പെഷ്യൽസിൻ്റെ ലിസ്റ്റ് പറഞ്ഞ സമയത്ത് ആവോലി കേട്ട സമയത്ത് ഞാനും ഗോവും ഒറ്റ വാക്കിൽ തന്നെ പറഞ്ഞു എന്നാൽ ആവോലി എടുക്കാമെന്ന്. ഇവിടെ ആവോലി വരുന്നത് സൈസ് അനുസരിച്ചിട്ടാണ് റേറ്റ് വരുന്നത്. ഞങ്ങളിപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം റേറ്റ് ഉണ്ട്. പക്ഷെ ഓർഡർ ചെയ്തതിന് ശേഷമാണ് ഇതിന് ഇത്ര റേറ്റ് ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞത്. അതിന് 390 രൂപയാണ് ഈ ആവോലി ഫ്രൈക്ക് റേറ്റ് വരുന്നത് കേട്ടോ. ഈ ഊണിൻ്റെ കൂടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു അച്ചാറുണ്ട്, അതുപോലെ തന്നെ ഒരു പരിപ്പ് കറി പോലത്തെ കറി, ക്യാബേജ് തോരൻ, ചമ്മന്തി, പപ്പടം, സാമ്പാർ അല്ലെങ്കിൽ മീൻകറി. നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ചിട്ട് മേടിക്കാം. രണ്ടും കിട്ടും. ഞാൻ സാമ്പാറാണ് മേടിച്ചത്. സാമ്പാർ പിന്നെ ഈ പറയുന്ന തൊടുകറികളെല്ലാം ഒരു ആവറേജ് ആണ്. അതായത് 90 റുപ്പീസ് ഊണിന് അതൊരു ഓവർ റേറ്റ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം എല്ലാം ഒരു ആവറേജ് ആണ്. നമുക്ക് ഭയങ്കര സൂപ്പർ എന്നൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. കഴിക്കാം. പക്ഷേ 90 രൂപയിൽ ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനൊരു ഇത് പറയാൻ വേണ്ടി എനിക്ക് പറ്റുന്നില്ല. കാരണം ഞാൻ കൊച്ചിയിൽ ഇതിനേക്കാൾ നല്ല മീൽസ്, ഇതിനേക്കാൾ വില കുറവിൽ കഴിച്ചത് കൊണ്ട് തന്നെ മീൽസിന് എനിക്ക് അധികം ഒരു സാറ്റിസ്ഫാക്ഷൻ വന്നിട്ടില്ല. പക്ഷേ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്ന ഐറ്റം അതാണല്ലോ നമ്മുടെ മെയിൻ സാധനം. അതിനി എങ്ങനെ ഉണ്ടാകും എന്നായിരുന്നു എൻ്റെ സംശയം. പക്ഷേ ഞാൻ എൻ്റെ എല്ലാ സംശയങ്ങളും എൻ്റെ എല്ലാ എക്സ്പെക്റ്റേഷനുകളും മാറ്റി വെച്ചുകൊണ്ട് തന്നെ ആ ഒരു മസാലയിൽ വെന്ത ആവോലി ഭയങ്കര സൂപ്പറായിരുന്നു. എൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ അറിയാം. ആ ഒരു ഊണ് കഴിച്ച സമയത്ത് തന്നെ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ അങ്ങ് മാറിപ്പോയി. പക്ഷേ ആവോലി കഴിച്ച സമയത്ത് എൻ്റെ മുഖത്തൊരു ഭയങ്കര തെളിച്ചം വന്നിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചത്? എനിക്ക് ആകെ ഒരു റിഗ്രറ്റ് ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ സാമ്പാർ ഒഴിക്കേണ്ടിയിരുന്നില്ല. കാരണം ആ ഒരു മസാല കൂട്ടി തന്നെ ചോറ് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് കൊച്ചിയിൽ പല സ്ഥലങ്ങളിലും മീൻ പൊരിച്ചതും ചോറൊക്കെ കൂട്ടി കഴിക്കുന്ന സമയത്ത് പലപ്പോഴും എനിക്ക് കോഴിക്കോട് വീട് മിസ് ചെയ്യാറുണ്ട്. എനിക്ക് അമ്മേൻ്റെ അടുത്തു നിന്നൊക്കെ ഫുഡ് കഴിക്കുന്ന കാലം, എൻ്റെ പണ്ട് ഞാൻ വീട്ടിലായിരുന്ന സമയത്ത് കല്യാണത്തിന് കുറച്ച് മുന്നേ വരെ തന്നെ എനിക്ക് അമ്മയായിരുന്നു വാരിത്തരാറ്. കാരണം വാരിത്തരുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടി കൂടുതൽ ചോറ് കഴിക്കുമെന്ന കൺസെപ്റ്റ് നമ്മൾ അമ്മമാർക്കറിയാം. അപ്പം എൻ്റെ പല തിരക്കുകളിലും ഞാൻ തിരക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സമയത്ത് എൻ്റെ ഫുഡിനും എൻ്റെ ഹെൽത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കാറ് അമ്മയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഞാൻ ഹർബറി പോണ സമയത്ത് ചോറ് എടുത്തിട്ട് മീൻ പൊരിച്ചതോ, അപ്പം നല്ല ചൂട് ചോറും നല്ല ചൂട് മീൻകറി, മീൻ പൊരിച്ചതൊക്കെ ആയിട്ട് അമ്മേനെ കൈ പൊള്ളുന്നുണ്ടോ എന്ന് പോലും നോക്കാതെ അമ്മ കുഴച്ചിട്ട് എനിക്ക് തരും. അപ്പോൾ ആ ഒരു സ്വാദ്, അമ്മേനെ കൈയോട് കിട്ടുന്ന സമയത്തുള്ള സ്വാദൊക്കെ അല്ലേ, അത് ഭയങ്കര മിസ്സിങ് ആണ്. ഇവിടെ വന്ന സമയത്തും എനിക്ക് ഈ ഫിഷ് കഴിക്കുന്ന സമയത്തും ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഞങ്ങളുടെ രണ്ടുപേരുടെയും പാരൻസിനെ കുറിച്ചിട്ടാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല അസലായിട്ട് കുക്ക് ചെയ്യുന്ന പാരൻസ് ആണുള്ളത്. പക്ഷെ എന്ത് ചെയ്യാനാ, അത് അനുഭവിക്കാനുള്ള യോഗമില്ല. കാരണം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കുള്ള ഓട്ടം കാരണം ഗൂഗിളിൻ്റെ പാരൻസ് ആണെങ്കിലും ഇവിടെ ഇല്ല, അവർ മസ്കറ്റിലാണ്. എൻ്റെ പാരൻസ് ആണെങ്കിലും കോഴിക്കോട് ഉണ്ടായിരുന്ന സമയത്തും എനിക്ക് എപ്പോഴും പോയി ഫുഡ് കഴിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം തിരക്കാണ്. അപ്പോൾ തിരക്കിൽ നമ്മൾ ഫുഡിന് അത്ര കെയർ കൊടുക്കാറില്ലല്ലോ. ഈ ആവോലിയുടെ കൂടെ കിട്ടിയിരിക്കുന്ന മസാല ഇല്ലേ, ഈ മസാല മാത്രം മതി ആ ഒരു ഫുൾ ചോറ് നമുക്ക് കഴിക്കാൻ വേണ്ടി. രാത്രി 10:09 ഇങ്ങനെ കൊച്ചിയിൽ ഒരു മീൽസ് കിട്ടുക എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ സാധാരണ കാര്യമല്ല കേട്ടോ.
പിന്നെ നല്ല ആംബിയൻസ്. ഞാനത് ഫുൾ കാര്യമാക്കി. ആ ഒരു അസ്ഥിക്കൂട മീൻ എന്നെ ശപിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, എനിക്ക് അത്ര ഇഷ്ടമായി. അത് മാത്രമല്ല ഗോകുത്ര ആസ്വദിച്ചിട്ട് ഒരു ഫിഷ് കഴിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഗോകുലും ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ അത് പിന്നെ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു സാധനം അല്ലെങ്കിൽ കുറച്ച് കാലം മുന്നേ ആഗ്രഹിച്ചൊരു സാധനം നമുക്ക് അതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റിൽ കിട്ടുന്ന സമയത്ത് അത് വേറൊരു ഫീലാണല്ലോ. ഞങ്ങൾ പോണ സമയത്ത് ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിൻ്റെ സ്ഥലം ഞാൻ എന്ത് ചെയ്യാം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ ഉള്ളിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചു. എനിക്ക് ഫുഡിനെ കുറിച്ച് പറയാനുള്ളത്, നമ്മുടെ ചോറ് മീൽസ് ആവറേജ് ആണ്, 90 റുപ്പീസാണ്. പക്ഷേ 90 റുപ്പീസിന് മീൽസ് എനിക്ക് തോന്നിയില്ല. പക്ഷേ സ്പെഷ്യൽ അത് അടിപൊളിയായിരുന്നു. ഞങ്ങൾ ആവോലി ഫ്രൈ ആണ് മേടിച്ചത്. 390 ആയി. അത് കുറച്ച് എമൗണ്ട് കൂടുതലാണ്, പക്ഷേ ആ എമൗണ്ടിന് നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. ആ മസാലയൊക്കെ സൂപ്പറായിരുന്നു. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇലയിലേക്ക് വരണം, അല്ലെങ്കിൽ രാത്രി രാത്രി മീൽസ് കഴിക്കണം തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടേക്ക് വരാം. ലൊക്കേഷൻ താഴെ കൊടുക്കാം. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.